പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ ഏറ്റവും വലിയ കുരിശുപള്ളി തിരുനാളായ പാലാ ജൂബിലി തിരുനാളിനെ കുറിച്ചാണ് ഈ വീഡിയോ. വർണ്ണാഭമായിട്ടുള്ള നഗരവീഥികളിലൂടെ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപവും സംഭവിച്ചുകൊണ്ടുള്ള മനോഹരമായ പ്രദക്ഷിണ വീഥിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാലായിൽ ഡിസംബർ 7, 8 തീയതികളിലായിട്ടാണ് പാലാ ജൂബിലി തിരുനാൾ ആഘോഷിക്കപ്പെടുന്നത്. ഇത് പാലായിലെ ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന കുരിശുപള്ളിയോട് ചേർന്നിട്ടുള്ള തിരുനാളാണ്. പാലാ കത്തീഡ്രൽ, പാലാ ലാലം പഴയ പള്ളി, പാലാ ലാലം പുതിയ പള്ളി എന്നീ പള്ളികളുടെ നേതൃത്വത്തിൽ അവിടുത്തെ ബഹുമാനപ്പെട്ട അച്ഛന്മാരും കൈക്കാരന്മാരും പ്രതിനിധി സംഘവും അടങ്ങിയ ഒരു സംഘമാണ് പാലാ ജൂബിലി തിരുനാൾ നടത്തുന്നത്. ഈ തിരുനാളിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന മനോഹരമായ ബൈബിൾ ടാബ്ലോ മത്സരമുണ്ട്, സാംസ്കാരിക ഘോഷയാത്രയുണ്ട്, 2 വീലർ ഫാൻസി ഡ്രസ് മത്സരമുണ്ട്, CYML നടത്തുന്ന നാടകമേളയുണ്ട്. ഇതെല്ലാം കൂടെ അടങ്ങി എല്ലാ ജാതി മതസ്ഥരും ഒരേ മനസ്സോടുകൂടി പങ്കെടുക്കുന്ന പാലായുടെ വാണിജ്യ വ്യാവസായിക രംഗത്തിലെ പ്രമുഖരെല്ലാം ഒരു മെയ് പോലെ അണിനിരന്ന് നടത്തപ്പെടുന്ന തിരുനാളാണ് പാലാ ജൂബിലി തിരുനാൾ. സാംസ്കാരിക ഘോഷയാത്രയിലെ ചില ഇനങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാലായിലെ ജൂബിലി തിരുനാളിൽ ഡിസംബർ 8 തീയതി മാതാവിൻ്റെ തിരുസ്വരൂപം പന്തലിലേക്ക് ആനയിക്കപ്പെടുമ്പോൾ നാനാജാതി മതസ്ഥരായ സഹോദരങ്ങൾ പുഷ്പവൃഷ്ടികളോടെയാണ് മാതാവിൻ്റെ തിരുസ്വരൂപം പന്തലിലേക്ക് സംഭവിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പുഷ്പവൃഷ്ടികളോടുകൂടെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് മാതാവിൻ്റെ തിരുസ്വരൂപം ജൂബിലി കുരിശുപള്ളി കപ്പേളയിലേക്ക് സംവഹിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണിത്. ഈ തരത്തിൽ പാലായുടെ വലിയ മഹോത്സവമായിട്ട് പാലാ ജൂബിലി തിരുനാൾ കൊണ്ടാടപ്പെടുന്നു. 75ഓളം വർഷങ്ങളായി ഇപ്പോൾ പാലാ ജൂബിലി തിരുനാൾ നടത്തപ്പെടുന്നത് 7, 8 തീയതികളിൽ ആണ്. ഡിസംബർ 7, 8 തീയതികളിലാണ് ഈ ജൂബിലി തിരുനാൾ ആഘോഷിക്കപ്പെടുന്നത്. എല്ലാ തരത്തിലുമുള്ള എല്ലാ മതവിശ്വാസങ്ങളിലും പെട്ട ആളുകൾ ഒരുമിച്ച് ചേരുന്ന മതമൈത്രിയുടെ, സാഹോദര്യത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ ഒക്കെ വലിയ അടയാളമാണ് ഈ ജൂബിലി തിരുനാളും പാലായിലെ കുരിശുപള്ളിയും. കുരിശുപള്ളിയുടെ സാന്നിധ്യത്തിലാണ് യഥാർത്ഥത്തിൽ പാലായിലെ എല്ലാ രാഷ്ട്രീയ മീറ്റിങ്ങുകളും നടത്തപ്പെടുന്നത്. നമ്മൾ ജൂബിലി തിരുനാളിലെ സാംസ്കാരിക ഘോഷയാത്രയിലെ ചില ഭാഗങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വർഷം കൂടുതൽ വർണ്ണാഭമായ രീതിയിൽ ഘോഷയാത്ര നടത്തപ്പെടും എന്നാണ് ഭാരവാഹികൾ അറിയിക്കുന്നത്. ബൈബിൾ ടാബ്ലോ മത്സരത്തിലെ അപൂർവമായ ചില രംഗമാണ്. പീലാത്തോസിൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന ഈശോയെ മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നു.